ആ ഇനിയും അപ്പം ഇത് ഇത് ഇവരുടെ സ്ഥിരം നമ്പറാണെന്നേ. ഒരു കാര്യം ഞാൻ പറയാം, വളരെ കൃത്യമായിട്ട് പറയാം മഞ്ജുഷേ. ഇവരുടെ ഒരു കൃത്യമായ അജണ്ടയോട് കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന്, വളരെ പെട്ടെന്നുള്ള കാര്യം. ആ പ്ലാറ്റ്ഫോമിലെ ആ സംഭവം കഴിഞ്ഞിട്ട് ആ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ വരുമ്പോഴും ഇവർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഷംസീർ അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് ഇതിന്റെ കഥയുടെ ഗതി മാറുന്നത്. അത്രയും സമയത്തെ പ്ലാനിങ് ആണത്. ഇനി ഒരു കാര്യമുണ്ട്, ഇതുപോലെ ആക്രമിക്കപ്പെട്ട് പെടലി ഉളുക്കി അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വിട്ടിട്ട് ഷംസീർ അടുത്ത ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു കേട്ടോ. അവരുടെ ഒപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഷംസീർ അവിടുന്ന് പോയി. പിന്നെ ഇത് ഇവരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇവർക്കറിയാം, ഇപ്പൊ ഇവർ ഈ കാണിച്ചത് മുഴുവൻ കോമാളിത്തരവാണെന്നും ഇത് ഒരുമാതിരി വില കുറഞ്ഞ വൃത്തികെട്ട നാടകമാണെന്നും എല്ലാവർക്കും ഇത് മനസ്സിലാകാത്ത ഒരു കുഞ്ഞു പോലും ഈ പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസിന് പറ്റിയ ഒരു വീഴ്ച അല്ലെങ്കിൽ KSUവിന് പറ്റിയ ഒരു വീഴ്ച എന്നും ഇതിനെ പറയാൻ പറ്റും. ഇനി അങ്ങോട്ട് ഈ സമരങ്ങളുടെ ഗതി തന്നെ മറ്റൊരു രീതിയിലേക്കായി പോകും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന് ഇതിന്റെ അകത്ത് ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറല്ല കേട്ടോ. അവർക്ക് അതിൻ്റെ അകത്ത് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ അപ്പുറത്തെ ഇവന്മാര് കാണിച്ചിട്ടുള്ള വൃത്തികേടുകളും MV രാഘവന്റെ ഒക്കെ പുറകെ നടന്ന് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെ ഈ കേരളം കണ്ടതാണ്. കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നതും പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, കുറച്ച് ദിവസം കഴിയുമ്പം കേരളം ഇത് മറക്കും, നമ്മുടെ സമൂഹം ഇത് മറക്കും, മാധ്യമങ്ങൾ ഇത് മറക്കും. പക്ഷേ ഇനി ഇതുപോലൊരു സമരത്തിനിറങ്ങാൻ, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സംഭവത്തിനിറങ്ങാൻ കോൺഗ്രസിനോ KSUവിനോ യൂത്ത് കോൺഗ്രസിനോ കഴിയില്ല. അവർക്ക് പേടിയാണ്. ഈ ഭയമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ. ഈ ഭയമുണ്ടാക്കി ഈ സംഭവത്തിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് ഈ കോമാളി നാടകത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ, ആ അജണ്ടയിൽ അവർ വിജയിച്ചിട്ടുണ്ട് മഞ്ജുഷേ. അതിൻ്റെ അകത്ത് ഇവർ ഈ കോൺഗ്രസിന് നിങ്ങൾ നോക്കിക്കോളൂ. കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ അവരിനിയും ഈ പരിപാടിക്ക് പോവില്ല. അവര് ഇനി എന്ത് സംഭവിച്ചാലും ഈ കരിങ്കൊടി പ്രശ്നമുണ്ട്. ആ കോൺഗ്രസിന്റെ ഒരു സെറ്റപ്പ് രീതി അങ്ങനെയാണ്. അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്താൻ CPM-നും കേരള സർക്കാരിനും ഈ കോമാളി നാടകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ ഡോക്ടർ B ജയരാജ്, ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ഇത് ബോധ്യവുമാണ് അവിടെ ഒരു നാടകം കളിക്കുകയായിരുന്നു എന്നുള്ളത്.